മോർണിംഗ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോൾഫിൻ നോസിൽ നിന്നാണ്. കാലത്ത് തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട് സമയം. തിരക്ക് കുറവായിരിക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. റോഡിൽ എന്തായാലും തിരക്ക് കുറവാണ്, പക്ഷെ എന്തായാലും ഇന്ന് സൺഡേ ആണ്. അടുപ്പിച്ച് വരുന്ന ഹോളിഡേയ്സുകൾ അതുകൊണ്ട് എല്ലാവരും ഇന്ന് കൊടൈക്കനാൽ തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ ബ്ലോക്ക് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇതുപോലെ സൺലൈറ്റൊക്കെ അടിക്കണേ. എപ്പോഴും ഒരു 9 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഈ 6:30 കാണുമ്പോൾ ഒരു പ്രത്യേക ഉന്മാദോ ഉന്മേഷോ അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇത് നമ്മുടെ ലേക്കിൻ്റെ സൈഡാണ്, ബോട്ട് ഹൗസിൻ്റെ സൈഡാണ്. ഏറ്റവും പതുക്കെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി തോന്നുന്നു, ഫ്രഷായി തുടങ്ങിയിട്ടുണ്ട്. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് ആണ് ഇന്നത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ. വട്ടക്കനാൽ എന്ന മനോഹരമായ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പോകുന്ന വഴിയിൽ ധാരാളം ഹോം സ്റ്റേസും കോട്ടേജസും നമുക്ക് കാണാൻ സാധിക്കും. കൊടൈക്കനാലിൻ്റെ തിരക്കൊന്നുമില്ലാതെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കാനായി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വട്ടക്കനാൽ ഈസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ യു. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ പൂക്കളും മലനിരകളും എല്ലാമുള്ള ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ്, അതാണ് വട്ടക്കനാൽ. ഡോൾഫിൻ നോസിലേക്കുള്ള ട്രെക്കിംഗ് പോയിന്റിൽ നമ്മൾ എത്തിച്ചേരാറായിരിക്കുന്നു. ആദ്യമേ പറയട്ടെ, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ട്രെക്ക്. ഒരു മോഡറേറ്റ് ഫീൽ തരുന്ന ട്രെക്കിംഗ് അനുഭവം തന്നെയാണ് ഡോൾഫിൻ നോസിലേക്കുള്ള യാത്ര. നമ്മൾ ഡോൾഫിൻ നോസ് പോണ വഴിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ എല്ലാ വീഡിയോയിലും പറയണ അതേ സാധനം. പ്ലാസ്റ്റിക് പൊല്യൂഷൻ നല്ല രീതിയിൽ പൊല്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇപ്പം നീൽഗിരീസിലും കൊടൈക്കനാലിലൊക്കെ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ബാൻഡാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാലും ഇവിടെ മൊത്തം പൊല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എന്താ പറയുക, ഗവൺമെൻറ് എത്ര ശ്രമിച്ചാലും നമ്മളാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ഈ സാധനം ഇടാതിരിക്കണം. നമുക്ക് ഈ സംഭവമൊക്കെ നമ്മുടെ ബാഗിൽ തന്നെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാഷ് ബിന്ന് കാണുമ്പോൾ തിരിച്ച് അതിൽ കൊണ്ടിടാം. പക്ഷെ നമ്മളത് ചെയ്യില്ല, നമ്മളത് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ എന്നിട്ട് പറയും യൂറോപ്പിലൊക്കെ അടിപൊളിയാണ്, യൂറോപ്യൻസ് കൾച്ചറുണ്ട്. എങ്ങനെ നമ്മളിതൊക്കെ ഇവിടെ ചെയ്യും? ഇതേ യൂറോപ്പിൽ പോയിട്ട് നമ്മൾ എന്നിട്ട് നല്ല ഉള്ള കളിക്കും. ഞാൻ ഇനി ഇത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, കാരണം എല്ലാ വീഡിയോയിലും ഇത് പറഞ്ഞിട്ട് ഇവൻ വൻ ഉപദേശമാണല്ലോ അങ്ങനെ പറയുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെ നാളെ കാണാനുള്ളതായതുകൊണ്ട്. ഇവിടെ കിട്ടാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ നാട്ടിൽ കൊണ്ട് വാങ്ങി വന്ന് ഇവിടെ കൊണ്ട് ത്രോ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. കണ്ട, ഇതൊക്കെ ഇപ്പോൾ പറക്കി കളയാൻ പറ്റാവുന്നൊരു കാര്യമില്ല. അതൊരു എല്ലാവരും കൂടെ വന്നിട്ട് പറക്കിയെടുത്ത് കളയേണ്ടി വരും, അത്രത്തോളം ഉണ്ട് ഇവിടെ. കാലത്തെ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കാലത്ത് തന്നെ നമ്മൾ ഡോൾഫിൻ നോസ് ഓപ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കാട്ടുപോത്തുകളൊക്കെ ഉണ്ടാവേണ്ട മേഖലയാണിത്. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമാണ്. കുറച്ചധികം നടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഹിൽ വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. അവിടെ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു.
പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നീർച്ചാലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ യാത്രയെ വളരെ മനോഹരമാക്കും. യെസ്, അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എനിക്ക് ഊട്ടിയേക്കാളും സ്പെഷ്യലാണ് കൊടൈക്കനാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലിൻ്റെ ലാൻഡ്സ്കേപ്സ് ഊട്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി ഉയരത്തിലാണ് ഡോൾഫിൻ നോസ് സ്ഥിതി ചെയ്യുന്നത്. ഡോൾഫിൻ നോസ് എന്ന പേര് ലഭിക്കാൻ കാരണം ആ പാറകളുടെ ആകൃതിയാണ്. 1800കളിലോ മറ്റോ ഒരു ബ്രിട്ടീഷ് സംഘമാണ് ഈ സ്ഥലം ഡിസ്കവർ ചെയ്തതത്രേ. പാണ്ഡവർ ഇവിടെ വനവാസ കാലത്ത് വന്നിരുന്നെന്നും ഒരു മിത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ പ്രേമം സിനിമയിലെ മലരെ എന്ന ഗാനരംഗത്തിലെ ചില മനോഹര ഫ്രെയിമുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോർണിംഗ് ഹൈക്ക് ചൂസ് ചെയ്തു. അതെ, ഇപ്പോൾ ഹൈക്കല്ല, ഇപ്പോൾ ഇറക്കലാണെന്നാണ് ആദർശിൻ്റെ വാദം. അമ്മേ, സോ we reach the destination. വളരെ അപകടം നിറഞ്ഞൊരു വ്യൂ പോയിന്റാണ് ഡോൾഫിൻ നോസ്. പലരും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട്. വളരെ റെസ്പോൺസിബിളായി മാത്രം നിങ്ങൾ ഇവിടെ യാത്ര ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം. കാരണം ഇവിടെ കുറേ പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. സോ കണ്ടോ, ഇതിവിടെ ഉണ്ടാവും, ഇവിടെ എങ്ങനെയാവും. ദിസ് ഈസ് ദ വ്യൂ. അങ്ങനെ എൻ്റെ സുഹൃത്ത് റിസ്കി ഷോട്ട്സ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ റിസ്കി ഷോട്ട്സ് ഒന്നും എടുക്കാതെ ഇപ്പോൾ എക്കോ പോയിന്റിലേക്ക് പോവാണ്. പക്ഷേ റിസ്കി ഷോട്ട്സ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇവിടെ കുറേ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വെള്ളഗവി എന്ന പ്രാചീന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കുറച്ചധികം ട്രെക്ക് ചെയ്താൽ അവിടെ എത്താൻ സാധിക്കും. പോകുന്ന വഴിയിൽ ഗ്രാമവാസികളെ നമുക്ക് കാണാനും സാധിക്കും. അടുത്ത തവണ അവിടെ പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. So this is Echo Point. Oh! Woohoo! You should try this, dude. Huh? Scary. You guys should try this. Try this. Yeah. Scary actually. But आपका शक्ल में डर नहीं है. Huh? Because I got used to it.
അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഇവിടുത്തെ ലോക്കൽസൊക്കെ 6 ആയിട്ട് നടക്കണേ. അപ്പോൾ ഞങ്ങളും 6 ആയി നടന്നു കഴിഞ്ഞാൽ എന്താ ഗുണമുള്ളതെന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അധികം കിതക്കില്ല എന്നാ പറഞ്ഞേ. നമുക്ക് നോക്കാം. അതെ, പക്ഷെ ദൂരം കൂടില്ലേ. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക ദൂരം വേണോ കിതപ്പ് വേണോ എന്ന്. അപ്പോൾ ബായ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് കണ്ട വ്യൂ പോയിന്റ് ഇല്ലേ, അവിടെ വന്നിരിക്കുകയാണ് ഒന്ന് ബ്രേക്ക് എടുക്കാൻ. അപ്പോൾ ഇതാ കെവിൻസ്. സംഭവം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏതാണ്ട് ടയർഡായി എന്ന് തന്നെ പറയാം. കണ്ടില്ലേ ശബ്ദമൊക്കെ വരണണ്ട. അപ്പോൾ പതുക്കെ കോട വരണുണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു പൂവ്, ഇതാണ് ആ പൂവ്. ആക്ച്വലി ഇത് എന്ത് പൂവാണാവോ? നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ വെള്ള കളറും കാണാണ്ട് ഈ കളറും കാണാണ്ട് നൈസല്ലേ. കാക്കപ്പൂവിൻ്റെ ബിഗ് സൈസാണെന്നാണ് എൻ്റെ ഫ്രണ്ട് പറയണത്. എന്തായാലും ഈ പൂവിന് എന്തെങ്കിലും അലർജി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ വൈകിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ മോയർ വ്യൂ പോയിന്റിലാണുള്ളത്. ഇന്നലെ നമ്മളിത് കവർ ചെയ്തതാണ്, പക്ഷേ ഇന്ന് കാലത്ത് വന്നപ്പോൾ അത്രയും ക്രൗഡഡ് ആണ്, അതുപോലെ തന്നെ അത്രയും കോടയുണ്ട്. അപ്പോൾ എനിക്കിത് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. നമ്മളിപ്പോൾ ഗുണ കേവിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര ഇനി ഗുണ കേവിലേക്കാണ്. ഗുണ കേവ് അഥവാ ഡെവിൾസ് കിച്ചൺ. വളരെ ദുരൂഹത നിറഞ്ഞ ഒരു ഗുഹയാണിത്. മലയാളികളാണോ ഈ പൂക്കരി കേട്ടത്? സ്വാഭാവികം. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കൊക്കെ ശേഷം ഇവിടെ നല്ല ക്രൗഡായിരുന്നു. ഈ പില്ലർ റോക്സിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദുരൂഹത നിറഞ്ഞ ഗുഹയാണ് ഡെവിൾസ് കിച്ചൺ അഥവാ ഗുണ കേവ്. ഈ ഗുഹയുടെ ആഴമോ ഉള്ളിലുള്ള അറകളോ ശാസ്ത്രീയമായി തിട്ടപ്പെടുത്തിയിട്ടില്ല. ഈ ഗുഹ കണ്ടുപിടിച്ചത് ഒരു ബ്രിട്ടീഷ് സംഘമാണ്. ഗ്രാമവാസികൾ അന്ന് ഇവിടെ വരാൻ ഭയപ്പെട്ടിരുന്നത്രേ. കമലഹാസൻ ചിത്രം ഗുണ ഷൂട്ട് ചെയ്തതിനു ശേഷം ഈ പ്രദേശം ഗുണ കേവ് എന്ന് അറിയപ്പെട്ടു. പാണ്ഡവർ താമസിച്ച ഗുഹയാണിത് എന്നൊക്കെ ഒരു മിത്ത് ഞാനിവിടെ കേട്ടിട്ടുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ അതിക്രമിച്ച് കയറിയതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫൈൻ തന്നത് ഇന്നും സ്മരണയോടെ ഞങ്ങൾ ഓർക്കുന്നു.
നമ്മളിപ്പോൾ പില്ലർ റോക്സിലാണുള്ളത്. 2 പേർക്ക് 10 രൂപ. പില്ലേഴ്സ് റോക്സ് എന്നും കൊടൈക്കനാലിൻ്റെ മുഖമുദ്രയാണ്. ഇറ്റ്സ് ഓൾവേസ് എ ബ്യൂട്ടിഫുൾ ഫ്രെയിം. അത്രയ്ക്കും മനോഹരമാണ് ആ ഫ്രെയിം. ഇതാണ് നമുക്ക് കാണേണ്ട ഗ്രീൻ വാലി വ്യൂ. ഇതാണ് നമ്മൾ കാണുന്ന ഗ്രീൻ വാലി വ്യൂ. സൂയിസൈഡ് പോയിന്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. അവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടു. വിശപ്പിൻ്റെ വിളിയായതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ കയറി. നല്ല വിശപ്പായതിനാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഉച്ചയൂണിന്. യെസ്, അങ്ങനെ നമ്മുടെ കൊടൈക്കനാൽ യാത്ര ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളിപ്പോൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങളുടെ പ്ലാനിൽ അതുപോലെ എന്താ പറയുക, പൂമ്പാറ, മന്നവന്നൂർ, കൂക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും പോകാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ വിചാരിച്ച പോലെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഇത്തവണ നല്ല തിരക്കുണ്ട്. അപ്പം യാത്രകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. ബൈ ബൈ.